എൻ്റെ പൊന്നു പോലീസുകാരെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടിരിക്കുകയാണ്. ആൾക്കാർ അത്ര ഇടിച്ച് കയറുകയാണ് ഗൈസ്. ഒരു പോലീസുകാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്കാരൊക്കെ പരക്കം പായുകയാണ്. എൻ്റെ പൊന്നു ഫെൻസൊക്കെ ഇതാ പൊട്ടിച്ചിട്ടേക്കുന്ന അവസ്ഥയിലാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ പുതിയ വ്ളോഗ് ഗൈസ്. എല്ലാവർക്കും വീണ്ടും എൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് ഡിസംബർ 2-ാം തീയതി. ഇന്ന് നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ റിഹേഴ്സൽ ഷോ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. നാളെ ഡിസംബർ 3-ാം തീയതി, നാളെയാണ് ഇതിൻ്റെ മെയിൻ ഇവൻറ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നാളെ മെയിൻ ഇവൻറ്റ് കാണാൻ വേണ്ടി പോവുകയാണ് നാളെ. ഇന്ന് എന്തായാലും ഡിസംബർ 2-ാം തീയതി നമുക്ക് പോയി നോക്കാം ഇന്നത്തെ പരിപാടികളും റിഹേഴ്സൽ പരിപാടികളൊക്കെ എങ്ങനെയാണെന്ന് അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം. അപ്പോൾ ഇവിടെ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ പോകുന്ന വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളിപ്പോൾ കാണിക്കുന്നതായിരിക്കും. അപ്പം അതെല്ലാം കണ്ടു കഴിഞ്ഞ് അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അവിടെ ചെന്നിട്ട് ബാക്കി വിഷ്വൽസ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ ചെന്നിട്ട് അവിടെ കയറ്റി വിടുവോ, ഭയങ്കര ബ്ലോക്കാണ്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം നാളെ എന്തായാലും ഉറപ്പായിട്ടും വണ്ടികളൊന്നും വിടില്ല. KSRTC ബസ്സിൽ മാത്രമേ ആൾക്കാർക്കൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. വരൂ ഗൈസ്, നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം അവിടുത്തെ പരിപാടികളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന്. അപ്പം കൂടെ നമ്മളെ റിഹേഴ്സൽ ഷോ കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകേണ്ട. ഹായ് ഉറ. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി വിഷ്വൽസ് കാണിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ശംഖുമുഖത്ത് എത്താറായി. നമ്മൾ ശംഖുമുഖത്ത് റിഹേഴ്സൽ ഷോ കാണാൻ വേണ്ടി നമ്മൾ തിരക്കാണ് കാണുന്നത്. അതാ നോക്കി കഴിച്ചു, ഇവിടെ തിരക്കുണ്ടോ എൻ്റെ പുള്ളി അല്ലേ, ഇത് തിരക്കല്ലേ. നാളെ കാണാൻ പറ്റാത്തവർക്ക് LED സ്ക്രീനിൽ പരിപാടി കാണാൻ വേണ്ടി ഇവിടെ LED സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാം, മറ്റേ നാളെ TV സ്ക്രീനാണ്. അതിന്റെ നിർമ്മാണം കണ്ടോ, കണക്ട് ചെയ്യുന്നുണ്ടോ? നാളത്തേക്ക് വേണ്ടി ഇവിടെ ഓപ്പറേറ്റേഴ്സ് സാൽമാനൊക്കെ എടുത്ത് വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും എയർ ഷോ റിഹേഴ്സൽ ഷോ കാണാൻ വേണ്ടി വന്ന് പണി കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ബായി ഇവിടെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ നാളെ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. നമ്മുടെ റിഹേഴ്സൽ ഡേ ആയതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തത്. നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഷോ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ ഇന്ന് ഷോയും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. ഈ കേജിൻ്റെ അപ്പുറത്തോട്ട് ഒഫീഷ്യൽസിന് മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ സിവിലിയൻസിനൊക്കെ ഇവിടെ നമുക്ക് നിൽക്കാം. നാളെ എന്തായാലും ഇവിടെ മുട്ടുസൂചി എടുത്ത് ഇട്ടാൽ പോലും ആരെങ്കിലും തലയിൽ വന്ന് വീഴും. അതുമാതിരി തിരക്കായിരിക്കും നാളെ. ഇതൊക്കെ നമ്മളെ രാഷ്ട്രപതിയൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്, VIPs ഒക്കെ ഇരിക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് സിവിലിയൻസിനൊക്കെ ഇരിക്കാം. നാളെ നേരത്തെ വന്ന് സ്ഥലം പിടിക്കുന്നവർക്ക് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് നമ്മൾ എയർ ഷോ ഒക്കെ ഇവിടെ നിന്ന് കാണാം ഗൈസ്. അപ്പോൾ ഞാനും കൊച്ചിച്ചനും നമ്മൾ അപ്പുമായിട്ട് ഇവിടെ വന്ന് ശശിയായിരിക്കുകയാണ് ഗൈസ്. അപ്പം നാളെ അപ്പോൾ ഗൈസ് ഇന്നലെ ഉണ്ടായിരുന്ന പോലെ ഇന്നില്ല. നേരത്തെ മാതിരി ഇന്നേക്കില്ലേ? ഇന്നില്ല. ഇപ്പോൾ നമ്മളിതാ ശംഖുവത്ത് നമ്മളെ റിഹേഴ്സൽ ഷോ കാണാൻ വേണ്ടി വന്ന് പണി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്നും ഷോ ഒന്നും ഇല്ലെന്നാണ് അറിഞ്ഞത്. ഇല്ലടാ, ഇന്ന് ഷോ ഒന്നും ഇല്ലല്ലേ ഗൈസ്? അപ്പോൾ ഇന്ന് ഷോ ഒന്നും ഇല്ല. എന്തായാലും നമുക്ക് നാളെ 3-ാം തീയതി മെയിൻ ഇവൻറ്റ് വന്ന് കാണാം ഗൈസ്. ഇപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇനിയിപ്പം എന്തായാലും വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് ഇവന് കടലൊക്കെ കാണിപ്പിച്ചിട്ട് പോവല്ലേ ഗൈസ്. വന്ന സ്ഥിതിക്ക് നമുക്ക് കടലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി മെയിൻ ഇവൻറ്റ് വിഷ്വൽസ് കാണിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്. ഹലോ ഗൈസ്, ഇന്ന് ഡിസംബർ 3-ാം തീയതി. ഇന്ന് നമ്മൾ നാവികസേന ഷോ ഇവന്റ് കാണാൻ വേണ്ടി പോവാണ്. ഇന്നലെ നമ്മൾ പോയി, പക്ഷെ നേരെ കാണാനൊന്നും പറ്റിയില്ല അല്ലേടാ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ പോവുകയാണെങ്കിൽ അഥവാ താമസം 4 മണിക്കാണ് ഷോ തുടങ്ങാൻ പോകുന്നത്. അപ്പം കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ നിന്ന സ്ഥലത്തൊക്കെ നിൽക്കണമെങ്കിൽ ഇത്രയും സമയത്തൊക്കെ പോയാലും നമുക്ക് അവിടെ നിന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് നല്ല വിഷ്വൽസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പോവല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഞാനും അപ്പോൾ നമ്മളിവിടെ ശംഖുവത്ത് വന്ന്, അപ്പോൾ അവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ പാസ്സുള്ളവർക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. ഇവിടെ വെട്ടുകാട് പോയി നിൽക്കാനാണ് പറയണത് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമുക്ക് ഈ ഫെൻസിൻ്റെ അപ്പുറത്തൊക്കെ നിൽക്കാൻ പറ്റുമെന്ന്. അപ്പം അത് നിൽക്കാൻ പറ്റില്ല. അവിടെ എന്തോ ഒഫീഷ്യൽസിന് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ, പാസ്സുള്ളവർക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. പാസ് ഇല്ലാത്തവരൊക്കെ ഈ ഫെൻസിൻ്റെ ഇപ്പുറം ഞാനിപ്പോൾ നിൽക്കുന്നുണ്ടല്ലേ, ഞാനും അപ്പൂക്ക് നിൽക്കുന്നുണ്ട്, ഇതേപോലെ ഫെൻസിൻ്റെ ഇപ്പുറത്ത് നിൽക്കണം.
ഞാനും അപ്പും നമ്മളിവിടെ ശംഖുവത്ത് തന്നെ നിൽക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടെ തന്നെ ഈ ഫെൻസിൻ്റെ ഇപ്പുറത്ത് ഞാൻ അവരും കൂടെ കുടയൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ സമയം വന്നിട്ട് ഏകദേശം 12 മണിയാവാൻ പോകുന്നുണ്ട് അല്ലേടാ. ഞാൻ അപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്നും ഇനി അങ്ങോട്ട് പിറകോട്ട് നിൽക്കാൻ പറയൂല്ലെന്നൊന്നും അറിഞ്ഞൂടാ. കാസുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് നിൽക്കാൻ പറ്റൂ എന്നാണ് ഇവർ പോലീസുകാരെന്നൊക്കെ പറയുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാം. ഇവിടെ എന്നാലും കാണാമല്ലേ, ഇവിടെ എന്നാലും കാണാൻ പറ്റും. ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ, അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും 4 മണിക്ക് തുടങ്ങുള്ളൂ. ഇപ്പം ഇവിടെ അത്യാവശ്യം തിരക്കൊന്നുമില്ല. ഇനി നോക്കിക്കോ മക്കളെ, എത്രത്തോളം തിരക്ക് വരും നമുക്കിനി കണ്ടറിയും. രാവിലെ 11 മണിക്ക് വന്ന ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഒരു വെയിലത്ത്. അവിടെയൊക്കെ ആൾക്കാരൊക്കെ കണ്ടില്ലേ, എല്ലാവരും ഇവിടെ നിൽക്കുന്നു. കുറേ പേരൊക്കെ അവിടെ പാറയുണ്ട്, പാറപ്പുറത്തൊക്കെ ഇരിക്കുകയുണ്ട്. സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണി. ഏകദേശം ഇത്രയും തിരക്കുകളായിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ കുടയൊക്കെ പിടിച്ചൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സൈഡിലൊക്കെ സമയം ഉച്ചയ്ക്ക് 2 മണി. എൻ്റെ പൊന്നു ഗൈസ്, ഉച്ചയ്ക്ക് 3 മണി ആയപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് എത്രമാത്രം ആൾക്കാർ കൂടിയെന്ന്. ആ 2 മണിയിലെ ടൈം ലാപ്സ് കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് 3 മണി. ഇതാ നോക്കൂ, എൻ്റെ പൊന്നു, എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നത് ഒരു പിടുത്തവുമില്ല. ഭയങ്കര റഷാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒന്നും പറയല്ല. ഇനിയും 3 മണി ആയതേ ഉള്ളൂ. ഇനി എത്രത്തോളം ആൾക്കാർ വരാൻ കിടക്കുന്നു. പക്ഷെ എൻ്റെ പൊന്നി, ആൾക്കാരൊക്കെ ഇതാ ഫെൻസിൻ്റെ അപ്പുറത്തൊക്കെ ഇരിപ്പ് തുടങ്ങി. പോലീസുകാരന്മാരൊക്കെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇത് കൈവിട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്. തിരക്കാണ് ഇവിടെ. പോലീസുകാരെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടിരിക്കുകയാണ് ഗൈസ്. നിയന്ത്രണം വിട്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന് ആൾക്കാരൊക്കെ ഇടിച്ചിങ്ങോട്ട് കയറുകയാണ് ഗൈസ്. ആകെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ഗൈസ്. ഇത്ര നേരം നമ്മളെ കളിച്ചിട്ടുണ്ട്. ഇത്ര നേരം നമ്മൾ 1 മണി 11 മണി തൊട്ട് നമ്മൾ നിൽക്കുകയായിരുന്നു. ഇപ്പം പോലീസുകാരെ കയ്യിൽ നിൽക്കുന്നില്ല. കണ്ടില്ലേ, രാവിലെ 11 മണി തൊട്ട് ഞാൻ എങ്ങനെ നിന്ന് കഷ്ടപ്പെടുകയായി ഗൈസ്. ഭയങ്കര തിരക്കാണ്. നമ്മൾ രാവിലെ വന്ന് നമ്മൾ തന്നെ ശശി എൻ്റെ പൊന്നു ഗൈസ്, പോലീസുകാരന്മാരെ കയ്യിലൊന്നും നിന്നില്ല. ജനങ്ങളെല്ലാം കൂടെ അങ്ങ് പൊട്ടിച്ചങ്ങ് ഇറങ്ങി. എൻ്റെ പൊന്നു, അവരെ കയ്യിലൊന്നും നിന്നില്ല. അപ്പോൾ എന്തായാലും അവിടെ ഒരു ഷിപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ടൈം വന്നിട്ട് ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. 5 മണി 5:15 ആകുമ്പോൾ തുടങ്ങുമായിരിക്കും ഗൈസ്. തുടങ്ങുമ്പോൾ ഞാൻ വരാം. വീട്ടിൻ്റെ മുകളിലൊക്കെ വരെ ആളായി ഗൈസ്. നേരത്തെ നിങ്ങൾ കണ്ട പോലെ അല്ല, ഭയങ്കര തിരക്കാണ്. കണ്ടോ, This new game fitness the floor.
ഡേയ് ഡാ അപ്പു ഇത്ര നേരം കാത്തു നിന്നിട്ട് ഉപയോഗം ഉണ്ടായ കൊള്ളോ? ഏറ്റവും നൂതനമായ ക്രിക്കറ്റുകൾ ഇടതുവശത്തുനിന്ന് INS കൊൽക്കത്ത INS തമാൽ. Ladies and gentlemen, an amazing display in front of you as our warships illuminate the skies with flares. ഇന്ത്യയുടെ ഫ്ലാഗ് undertaken by the Indian Navy in March 2024 with anticipation. The rescue operation starts with the insertion of the elite Marine Commandos into the operational theatre. The quietness of the sea is broken by the deep thrum of the seeking helicopter. The helicopter hovers steadily above the assault craft. Stand by for insertion comes the call. Doors open and the slithering rope drops down. It sways in low and steady. Only precision and practice can perfect this complex maneuver, which demands nerves of steel from the pilots and the Marine Commandos to overcome all adverse elements. Fiercest warriors of the sea, sleek, compact and built purely for offensive punch. These are the Indian Navy's killer missile boats, INS Vidyut and INS Vipul. Don't let their size fool you. Each one carries powerful anti-ship and land attack missiles capable of striking targets far and beyond. ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. As night fell on the 4th of December 1971, in a series of precise and devastating missile attacks, a small band of these killer boats sank multiple Pakistani naval ships and set Karachi harbour ablaze. This daring raid is one of the most successful naval strikes in modern history and is celebrated by the Indian Navy every year as the Indian Navy Day. Ladies and gentlemen, hold your breaths as these missile boats line up to display a simulated missile launch. Let's connect you live to their operations room in the midst of action. In 10, 9, 8, 7, 6, 5, 4, 3, 2, 1, go! Stand by for missile salvo to launch in 10, 9, 8, 7, 6, 5, 4, 3, 2, 1, go! മുകളിലോട്ട് നോക്കുക, ഒരു പാരച്യൂട്ടിൽ ആൾക്കാർ ഗ്ലൈഡ് ചെയ്ത് ഇറങ്ങുന്നത്. ഗ്ലൈഡ് ചെയ്ത് താഴെ
फ्लोरेंस डाइविंग टीम के कॉम्बैट गोताखोर जेमिनी पर सवार होकर ऑयल रिग पर विस्फोटक पदार्थ लगाने को आगे बढ़ रहे हैं। There, to the left of the main stage, you can see the combat divers approaching the beach for an assault demonstration. मंच की बाईं ओर कमांडोज दुश्मन से घिरे तट पर बीच असॉल्ट का प्रदर्शन कर रहे हैं। Divers donning similar attire are now placing mines on the oil rig using these very equipment. These equipment are used by the divers in the conduct of clandestine operations. And Narayanganj, where they sunk over 100,000 tons of enemy shipping, crippling the enemy's ability to sustain their war effort and reshaping the course of the 1971 war. कॉम्बैट डाइवर्स विस्फोटक पदार्थ लगाने के पश्चात नारंगी मशाल से सीकिंग हेलीकॉप्टर को एक्सट्रैक्शन के लिए संकेत दे रहे हैं। Ladies and gentlemen, we will helicopter. Speed, surprise and stealth are the core requirements for success in any special operation. There, ladies and gentlemen, you can see that our warriors have been successfully extracted and are now being flown to a safer location. Type small team insertion or extraction. Leading this combat formation, Commander Sham Sagar and Commander Deepak Somnath. With his wingmen, Commander Mohit Sharma and Commander Ajay Singh, locked into a combat tight formation. Hold your breath and do not dare to blink. As D2 rocks, unleash a display of low-level tactical maneuvering that will stretch the very edge of human reflexes. Skimming just 400 feet above the sea at over 400 knots, missions and providing cross cover. Ladies and gentlemen, look out for the next maneuver, rotate, in which both fighters shall turn in their can't afford to blink as the Scorpion formation will cross right over each other in the next maneuver, Shackle. എങ്ങനെയുണ്ടാ അതിന്റെ പോകണ അതിന്റെ സൂപ്പർ അല്ലേ?
എന്നിവരാണ്. Look towards your left, ladies and gentlemen. You will shortly see 4 Sea-King helicopters in the arrow formation. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കൂടി പോകുന്നത് 3 MH-60R ഹെലികോപ്റ്ററുകളാണ് ഒരു എയറോ ഫോർമേഷന്. Ladies and gentlemen, you will shortly see 3 governors now running in the arrow formation, led by Commander Arvind Nair. ആകാശം മനോഹരമാക്കുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. The entire long range. INS സുദർശിനിയും INS തരംഗിണിയും അഭിമാനത്തോടെ പരപ്പുകൾ ഉയർത്തി പ്രധാന വേദിയുടെ മുന്നിലൂടെ സഞ്ചരിച്ചു. The tall ships present a magnificent light show in the background, illuminating their sails with the 3 colors of the Tiranga. INS सुदर्शनी और INS तरंगिनी फर्स्ट ट्रेनिंग स्क्वाड्रन का हिस्सा है, जो INA से पास आउट नौसेना के युवा अफसरों को ഇന്ത്യൻ നാവികസേനയുടെ പരിപാടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. കുഞ്ഞ് ഭയങ്കര തിരക്കായിരുന്നു, പറയാനില്ല. ആൾക്കാരെ കണ്ട ഭയങ്കര ആൾക്കാരാണ്. ഇത്ര ആൾക്കൂട്ടത്തിനിടയിൽ വ്ളോഗ് ചെയ്യണുണ്ട്. എനിക്കിപ്പം നല്ല വ്യത്യാസമുണ്ട് ഗൈസ്. ക്യാമറ ഫിയർ ഇല്ല, ആൾക്കാർ ഫിയർ ഇല്ല. ഇത്രയും ആൾക്കാരുണ്ട്. എന്താ ഗൈസ് നമ്മൾ അത് കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ എടുത്തതാ. എന്തൊരവസ്ഥയാണ് ഗൈസ്, നമ്മൾ നിൽക്കുന്ന നിപ്പ് നോക്കിയാണ്. ഇപ്പം ഞാൻ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയതേ ഉള്ളൂ. പക്ഷെ എൻ്റെ പൊന്നു ഗൈസ്, വല്ലച്ചാതി 2 മണിക്കൂർ എടുത്ത് നമ്മൾ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് എൻ്റെ വീട് വരെ ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളൂ. ആ 1.5 കിലോമീറ്റർ വരാനായിട്ട് 2 മണിക്കൂർ, കറക്റ്റ് 2 മണിക്കൂർ എടുത്ത് നമ്മൾ ഏകദേശം ഒരു 6:15, 6:20 ആയപ്പോൾ നമ്മൾ ഷോയൊക്കെ തീർന്ന് നമ്മൾ വ്ളോഗ് അവിടെ ബീച്ചിൽ വെച്ച് നമ്മൾ എൻഡ് ചെയ്തതാണ്. അപ്പം അതിനുശേഷം നമ്മൾ പയ്യെ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി 2 മണിക്കൂർ എടുത്ത് അവിടെ നിന്ന് ഇതുവരെ വരാനായിട്ട് ഓർമ്മൊരു ബ്ലോക്കാണ്. എന്തായാലും പരിപാടി ഞാൻ രാവിലെ നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങളെല്ലാം കാണിക്കാം. 11 മണിക്ക് അവിടെ എത്തി നിന്നിട്ടാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ട വിശ്വസ രീതിയിൽ ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം വീട് എത്തിയിട്ടുണ്ട്. എന്തായാലും പരിപാടിയൊക്കെ അത് ഗംഭീരമായിരുന്നു, നല്ല അടിപൊളി പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഗൈസ്, അയ്യോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ മനോഹരമായ ചെറിയൊരു വ്ളോഗ് എൻഡ് ചെയ്യണം ഗൈസ്. എനിവേ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും മറ്റൊരു നല്ല പുതിയൊരു വ്ളോഗുമായി ഞാൻ വീണ്ടും വരാം ഗൈസ്. ബൈ, ഗുഡ് നൈറ്റ്.